എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത്. അത് എം.കോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോമിലും അതുപോലെ തന്നെ ബി.ബി.എ ഡിഗ്രി ബി.ബി.എയിലും നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആൻഡ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൽ പഠിക്കുന്നത് എന്താണ് റിസ്ക്, മീനിങ് ഓഫ് റിസ്ക് ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കുന്നത്. ദ വേർഡ് റിസ്ക് ഈസ് എ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് റെസ്ക്യൂ. ഇറ്റ് മീൻസ് ഡേഞ്ചർ അറ്റ് സീ ഓർ ദാറ്റ് വിച്ച് കട്ട്സ് മാനേജിങ് ബിസിനസ് ഇൻ എ ഹൈലി വോളറ്റൈൽ എൻവയോൺമെൻറ്റ്. ഈസ് ലൈക്ക് നാവിഗേറ്റിംഗ് എ ഷിപ്പ് ഓൺ stormy seas. Here, this can be defined as the effect of uncertainty on objective. It is the possibility that an event will occur that adversely affect the achievement of an objective. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. അതിനെപ്പോഴും ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റിസ്കുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അത് നേരിടേണ്ടി വരും. നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് അൺസേർട്ടൺ ഈവൻറ്റ്സ് ആണ്. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി വോളറ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ റിസ്ക് നമ്മുടെ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യും, കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ റിസ്കിനെയൊക്കെ ചെറുക്കേണ്ടതുണ്ട്. അതായത് റെഡ്യൂസ് ദ റിസ്ക് ത്രൂ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. നമുക്ക് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റിസ്കുകളെ റെഡ്യൂസ് ചെയ്യണം. നെക്സ്റ്റ് നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. ജോൺ ജെ ഹാംപ്ടൺ ഡിഫൈൻസ് റിസ്ക് ആസ് ദ ചാൻസ് ഓഫ് ഫ്യൂച്ചർ ദാറ്റ് ക്യാൻ ബി ഫോർസീൻ. ദിസ് റിസ്ക് റെഫേഴ്സ് ടു ചാൻസ് ഓഫ് ഫ്യൂച്ചർ ദാറ്റ് ക്യാൻ ബി ഫോർസീൻ. അതായത് എന്താണ് പറയുന്നത്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ വരുന്ന റിസ്കുകളെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ജോൺ ജെ ഹാംപ്ടൺ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി റിസ്ക് നമ്മൾ പറഞ്ഞു പോസിബിലിറ്റി ഓഫ് ലോസ് എന്നാണ്. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്. നഷ്ടം സംഭവിക്കാനുള്ളൊരു സാധ്യതയായിട്ടാണ് നമ്മൾ റിസ്കിനെ കാണേണ്ടത്. ആൻഡ് ഇൻവെസ്റ്റർ എക്സ്പെക്ട് സം റിട്ടേൺ ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഹയർ റിട്ടേൺ കിട്ടാൻ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഫ്യൂച്ചർ എന്താണ്? അൺസേർട്ടൺ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇനി റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇനി നമ്മൾ ഈ ബിസിനസ്സിൽ വരുന്ന റിസ്കിനെ നമ്മളിനി മാനേജ് ചെയ്യാൻ പോവുകയാണ്. എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ഡെയിലി ഇൻ ഫിനാൻഷ്യൽ അസറ്റ്. ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷനൊക്കെ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ അസറ്റ് ഡീൽ ചെയ്യും. ഈ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ഷെയർ, ബോണ്ട്, ലോൺസ്, ഫോറിൻ കറൻസി എക്സെട്ര. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റുകൾ എന്ത് ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ സെയിൽ ചെയ്യും, ബൈയൊക്കെ ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റ് കൂടെ. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, ഇതൊക്കെ എന്താണ്, ഒരു റിസ്കിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതിലൊക്കെ റിസ്ക് ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി മാനേജ് ചെയ്യാൻ പോവുകയാണ്. ദ റിസ്ക് ഹാസ് എ വൈഡ് എക്കണോമിക് ഇംപ്ലിക്കേഷൻ. ഡ്യൂ ടു ദ റിസ്ക് ഓഫ് എ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ദ ബിസിനസ് എസ്റ്റിമേറ്റ് ദെയർ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് റവന്യൂ. അതായത് ഇവിടെ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കേസിൽ വരുന്നത് ഒരു റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റുകൾ വരുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ആണ്. നമ്മുടെ പ്രൈസിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മുടെ സ്റ്റോക്കിൽ നമ്മുടെ അസറ്റിൽ ബാധിക്കുന്നത്. അപ്പോൾ അതൊരു റിസ്ക് ആയിട്ട് നമുക്ക് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ കാണിക്കും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് നമുക്ക് ലോണിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് ആയിട്ട് കാണിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക്, അതായത് മെയിൻ റിസ്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്
നമ്മളൊരു ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും എന്ത് ചെയ്യും ഫ്ലക്ച്വേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ്ലി ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന ഒന്നാണ് എക്സ്ചേഞ്ച് റിസ്ക്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ നമ്മൾ വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള റിട്ടേൺ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിട്ടേണിനെ അത് ബാധിക്കും. അതൊരു റിസ്ക്കാണ്. ആ റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഈ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയോ നമ്മുടെ ബിസിനസ്സിനെയോ ഒക്കെ ബാധിക്കുന്ന റിസ്ക്കുകൾ, അത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആവാം, കറൻസി റിസ്ക് ആവാം, കൺട്രി റിസ്ക് ആവാം, പൊളിറ്റിക്കൽ റിസ്ക്, അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക്കുകൾ വരും. ആ റിസ്ക്കുകളെയൊക്കെ മാനേജ് ചെയ്യുന്നതിനാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Meaning of risk management. Risk management is one of the specialized function of management. Risk management simply refers to management of risk. It does not mean risk reduction. It refers to maintenance of risk at a desired level. Risk management is defined as the process of planning, organization, controlling, directing all the resources and activity of an organization in order to minimize the adverse effect to potential loss. അതായത് റിസ്ക് എന്ന് പറയുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് റിസ്ക് ആണ്. റിസ്ക് നമ്മൾക്ക് എന്തായാലും നമ്മൾ റിസ്കിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റിസ്കിനെ നമ്മൾ മാനേജ് ചെയ്യൽ നിർബന്ധമാണ്. ബെറ്റർ, അതായത് നമ്മുടെ ബിസിനസ്സിൽ ഒരു ബെറ്റർ പ്ലാനിങ്ങിലൂടെയും ഓർഗനൈസിങ്ങിലൂടെയും ഡയറക്റ്റിങ്ങിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാം. ഇനി എന്താണ് നീഡ്സ്, റിസ്കിനെ മാനേജ് ചെയ്യുന്ന നീഡ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. അതുകൊണ്ട് തന്നെ അതിൽ റിസ്ക് കൂടുതലായിരിക്കും. ഇതിനെ റെഡ്യൂസ് ചെയ്യുകയാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്, ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡർ വെൽത്ത്. അതായത് ഈ റിസ്ക് കുറയുന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ വെൽത്ത് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡർ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സർവൈവൽ ആൻഡ് ഗ്രോത്ത്. നമ്മുടെ ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റിസ്ക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പം 3 പോയിൻറ്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ഫാക്ടർ അഫക്റ്റിംഗ് ബിസിനസ്. നമ്മുടെ എക്കണോമിക്കൽ ഉണ്ടാകുന്ന അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും, മാനേജ് ചെയ്യുന്നത് റിസ്ക്. ഈ അൺകൺട്രോളബിൾ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് പറ്റും, അതുപോലെ തന്നെ കൺട്രി റിസ്ക്, അതേപോലെ തന്നെ കറൻസി റിസ്ക്കൊക്കെ എക്സ്ചേഞ്ചിൽ വരുന്നതാണ്. കറൻസി റിസ്ക്കും ഇൻഫ്ലേഷൻ റിസ്ക്കും ഒക്കെ, ഇതൊക്കെയാണ് അൺകൺട്രോളബിൾ ഫാക്ടർ എഫക്റ്റ് ചെയ്യുക നമ്മുടെ ബിസിനസ്സിനെ. ഇതിനെ റെഡ്യൂസ് ചെയ്യുക റിസ്ക് മാനേജ്മെൻറ്റിലൂടെ. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് ഡൈനാമിക്കാണ്, ചേഞ്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ സ്ട്രാറ്റജി പ്ലാനിങ്ങിലൂടെ നമുക്കിത് അതായത് നമുക്കിത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അത് കോമ്പറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക എന്നാണ് ഫസ്റ്റ് പോയിൻറ്റ്. ഇൻക്രീസ് ഡെപ്റ്റ് കപ്പാസിറ്റി. നമ്മുടെ ഡെപ്റ്റ് കൂട്ടാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ക്യാപിറ്റലിലേക്ക് കുറേ ഡെപ്റ്റ് ഫണ്ടുകൾ നമുക്ക് കൊണ്ടുവന്നിട്ട് ഡെപ്റ്റ് ഫണ്ടുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് റേറ്റിനെ കോമ്പറ്റീറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. മോർ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ ഇൻ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോറിനെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇഫ് ദർ എഫിഷ്യൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ നോട്ട് ബി മിസ്ഡ് അവേ ആൻഡ് വാണ്ട് ഓഫ് ക്യാപിറ്റൽ. ദിസ് ഈസ് ബിക്കോസ് ദർ വിൽ ബി സ്റ്റഡി ക്യാഷ് ഫ്ലോ ഇൻ ഫ്യൂച്ചർ. നമ്മുടെ ബിസിനസ്സിൻ്റെ മോർ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ എന്ത് ചെയ്യാം, ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിലീഫ് ടു മാനേജ്മെൻറ്റ്. ഈ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റിന് എന്താണ്, ഒരു ഭയങ്കര തലവേദനയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, എഫിഷ്യൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാം. മിനിമൈസേഷൻ ഇമ്പാക്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ട്രാറ്റജി ഫോർമുലേഷൻ ഇംപ്ലിമെൻറ്റേഷൻ. നമുക്ക് ബെറ്റർ പ്ലാനിങ് ഓർഗനൈസേഷനിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിസ്കിനെ മാനേജ് ചെയ്യാൻ കഴിയും. നല്ല സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് കോമ്പറ്റീഷനെയും മറ്റുള്ള എല്ലാത്തിനെയും നമുക്ക്
നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവ് ചെയ്തിട്ട് മോർ റിട്ടേൺസ് ഉണ്ടാക്കാം. ബെറ്റർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഓഫ് സക്സസ്ഫുൾ പ്ലാനിങ്. അതായത് ഒരു ബെറ്റർ പ്ലാൻ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ബെറ്റർ പ്ലാനിങ് നമുക്ക് എടുക്കാനും ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ടു ഇമ്പ്രൂവ്മെൻറ്റ് ബിസിനസ് റെപ്യൂട്ടേഷൻ. നമ്മുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻറ്റിനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, എല്ലാ കാര്യത്തിനെയും ബിസിനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റിലൂടെ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത പാർട്ടിലായിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മോർ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.